നമ്മുടെ പക്ഷത്തേക്ക് മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് അവർ തീരുമാനിക്കുന്നു. ആ ഇടക്കാണ് 1985 സുപ്രീം കോടതി ഷാബാനു കേസിലെ വിധി നൽകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വിവാഹമോചിതരായ സ്ത്രീക്ക് മരണം വരെയോ പുനർവിവാഹം വരെയോ ജീവനാംശം നൽകണം എന്ന ആ വിധി വരികയാണ്. ഇന്നിപ്പോ നമ്മുടെ സുപ്രീം കോടതി സമാനമായ മറ്റൊരു വിധി വന്നത് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഏതാവട്ടെ, അങ്ങനെ ആ വിധി വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു, മുശാവറ കൂടി തീരുമാനിച്ചു, ഇത് ശരീഅത്തിനെതിരുള്ള കടന്നുകയറ്റമാണ്. ഇത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ സമസ്തയുടെ നേതാക്കൾ നേരെ പ്രധാനമന്ത്രിയുടെ അടുത്ത് എന്നീ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അങ്ങനെ സമസ്തയുടെ ഉലമാക്കൾ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട് ഇതിന് പരിഹാരം കാരണം നിവേദനം നൽകാൻ തീരുമാനിച്ചു. മഹാനായ ഷംസുൽ ഉലമയും താജുൽ ഉലമയും ഷെയ്ഖുന സുൽത്താനുൽ ഉലമയും 3 നേതാക്കളെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും അതിനാവശ്യമായ മെമ്മോറാണ്ടവും അപേക്ഷയും ഒക്കെ ശരിയാക്കാൻ AK ഇസ്മായിൽ വഫയെ അധികാരപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവർ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. ആ സന്ദർഭത്തിലാണ് ചില പുതിയ നീക്കങ്ങളും ചില അത്ഭുതങ്ങളൊക്കെ പിന്നെ കാണുന്നത്. സമസ്തയുടെ ഉലമാക്കൾ 60ാം വാർഷികം കഴിഞ്ഞ പ്രസരിപ്പിൽ നിൽക്കുന്ന സമസ്തയുടെ നേതാക്കൾ ഡൽഹിയിലെത്തി കേരളീയ മുസ്ലിമീങ്ങളെ കാര്യം പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഞങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയ മുസ്ലിം രാഷ്ട്രീയ സംഘത്തിലെ വഹാബി ആ ലോബി ഇതിനായി ആവതു ശ്രമിച്ചു. ജനറൽ സെക്രട്ടറിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ മുഴുവനും നടത്തി. രാഷ്ട്രീയ നേതാക്കൾ അതിന് ചുവടുവെച്ചു. അങ്ങനെ അവർ അത് വേണ്ടതുപോലെ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EK ഉസ്താദിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതോടുകൂടി ഡൽഹി യാത്ര മുടങ്ങുക മാത്രമല്ല ഉണ്ടായത്, അതുവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും സുന്നി ആദർശത്തിന്റെയും കാര്യങ്ങൾ തീവ്രമായി കണ്ടിരുന്ന ആ ആളുകൾ പിന്നീട് ആ ആദർശ പ്രതിബദ്ധതയിൽ നിന്ന് പിറകോട്ട് പോകുന്ന രംഗമാണ് സുന്നി കേരളം പിന്നീട് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് വിഭാഗീയതയിലേക്ക് പിന്നെ എത്തിച്ചേരുന്നത്. നമ്മൾ പഠിക്കണം, ചരിത്രം മനസ്സിലാക്കണം. വിശദീകരിക്കാൻ സമയമില്ല, 10 മിനിറ്റ് കൂടിയാണ് എനിക്കുള്ള സമയം. ആ ഇടയ്ക്ക് നമ്മുടെ SYS ഒരു സംസ്ഥാന സമ്മേളനം തെക്കൻ കേരളത്തിൽ നടത്താൻ നേരത്തെ തീരുമാനിച്ചതാണ്. 1988 ഓഗസ്റ്റിൽ തീരുമാനിച്ചതായിരുന്നു. തെക്കൻ ഭാഗത്തെ പ്രവർത്തകരുടെ ഒരു അഭിലാഷവുമായിരുന്നു അത്. അങ്ങനെ 1988 സെപ്റ്റംബർ 17 എറണാകുളത്ത് വെച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. മർഹൂം TSK തങ്ങൾ ബുഖാരി അതിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞതോടുകൂടി 1985 കടപ്പുറത്ത് നടന്ന സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം പോലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് അമിത പ്രാധാന്യമില്ലാതെ സമസ്തയുടെ ഉലമാക്കൾ തന്നെ വലിയ രൂപത്തിൽ നേതൃത്വം നൽകുന്ന ആദർശ പ്രതിബദ്ധതയുള്ള ആ വലിയ ഒരു സമ്മേളനം ഇനിയും നടക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ചിലർ മനസ്സിലാക്കുകയും അങ്ങനെ ചില രാഷ്ട്രീയക്കാരെ അതിനു വേണ്ടി കച്ചകെട്ടി ഇറക്കുകയും ചെയ്തു. ചില മരണപ്പെട്ടുപോയ അപ്പുറത്തുള്ള ആളുകളായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. പേരിപ്പോൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ അവർക്ക് ഈ എറണാകുളത്തെ SYS സമ്മേളനം മുടക്കണം. അതിനുവേണ്ടി അവർ മധ്യ കേരള സുന്നി സമ്മേളനം എന്ന് പറഞ്ഞ് ഒരു സമ്മേളനവുമായി തൃശ്ശൂരിൽ ഒരു സമ്മേളനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ കോലാഹലവും പ്രചാരണവും സ്വാഗത സംഘ രൂപീകരണവും ഒക്കെ ഉണ്ടാക്കി. എന്നാൽ എന്താണ്, 2 സമ്മേളനം കൂടി നടക്കുമ്പോൾ സമസ്ത വിളിച്ചിട്ട് ഒരു മസ്ലഹത്ത് ഉണ്ടാക്കും. SYSന്റെ സമ്മേളനം നടത്തണ്ട, ഇത് ഈ മധ്യ കേരളവും നടത്തണ്ട. ഓരോ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മധ്യ കേരളം നടക്കൽ ഓർക്കുന്ന ലക്ഷ്യമില്ല. സമസ്തയുടെ കീഴിലുള്ള SYSന്റെ സമ്മേളനം നടക്കരുത് എന്നതായിരുന്നു അവരുടെ അഭിലാഷം. ചുരുക്കി പറയട്ടെ, ആ സാഹചര്യം വന്നു. അപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ നടക്കുകയാണ്. മുശാവറ നടക്കുകയല്ല, മുശാവറ വിളിക്കണമെന്ന് തീരുമാനിച്ചു. കാരണം എറണാകുളത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടന്നാൽ അത് ആദർശ ബോധമുള്ള മുഴുവൻ സുന്നികളെയും
അങ്ങോട്ട് ഒഴുക്കാൻ അത് കാരണമാകും. അത് നടത്താൻ പറ്റില്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെ മുഷാവറ ചേർന്ന് SYS-നെ പിരിച്ചുവിടാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അതിനുവേണ്ടി വലിയ രൂപത്തിലുള്ള തുരപ്പൻ പണികളാണ് പിന്നീട് നടന്നത്. സമസ്തയുടെ ഉത്തരവാദപ്പെട്ടവർ വിദ്യാഭ്യാസ ബോർഡിന്റെ വണ്ടിയിൽ ലീഗ് ഓഫീസിൽ എത്തുകയാണ്. അങ്ങനെ അവിടെ ലീഗ് ഓഫീസിൽ വെച്ച് നടത്തുന്ന ചർച്ചയിൽ പറയുന്നത് എന്താ? AP ഉസ്താദിനെ പുറത്താക്കണം, ആ സമ്മേളനം മുടക്കണം, അതിന് വേണ്ടതൊക്കെ ചെയ്യണം എന്നാണ്. അത് ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമസ്തയുടെ ഉത്തരവാദപ്പെട്ടവർ ലീഗ് ഓഫീസിൽ നിന്ന് പോരുന്നത്. ഇതെങ്ങനെ നമ്മൾ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ അതാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം. ലീഗ് ഓഫീസിൽ അപ്പോൾ അവിടെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ, നമ്മുടെ ഒരു ആദർശ ബന്ധുവായ പ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ അയാൾ ഉടനെ നമ്മുടെ നേതാക്കൾക്ക് വിവരം കൊടുത്തു. നാളെ അടുത്ത ദിവസം നടക്കുന്ന മുഷാവറയിൽ SYS പിരിച്ചുവിടുന്നു, എറണാകുളം സമ്മേളനം മുടക്കുന്നു എന്ന് മാത്രമല്ല, അത് ഉണ്ടായാൽ ഇവിടെ നടക്കുന്ന ദുരന്തം ചെറുതല്ല. സമസ്ത പിളരുമെന്ന് മാത്രമല്ല, സമ്മേളനം നടക്കുകയില്ല എന്ന് മാത്രമല്ല, സമസ്ത പിളരുമെന്ന് മാത്രമല്ല, ഇവിടെ വലിയ പ്രതിസന്ധികളാണ് അഹ്ലുസുന്നത്തിന്റെ ആദർശ രംഗത്ത് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മുഷാവറ കൂടുന്നത് ഒഴിവാക്കണം. അതിനെന്തു ചെയ്യണം? സമസ്തയുടെ മെമ്പർഷിപ്പുള്ള ഒരാള് അത് സ്റ്റേ ചെയ്യണം. അപ്പോഴാണ് മഹാനായ മർഹൂം TC മുഹമ്മദ് മുസ്ലിയാർ സമസ്ത പിളരാൻ അനുവദിച്ചുകൂടാ, SYS-നെ പിരിച്ചുവിടാനും പറ്റില്ല, അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നടക്കുന്ന ആ മുഷാവറ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കേസ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ മുഷാവറ അന്ന് നടക്കാതെ അതിന് സ്റ്റേ വാങ്ങുകയാണ്. ഇതാണ് കണ്ണിയത്തിനെയും EK ഉസ്താദിനെയും കോടതി കയറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഇതാണ് വിഷയം. നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഓല കോടതി കയറ്റിയതല്ല, ഇവിടെ സമുദായത്തിലുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ഒരു ധ്രുവീകരണം അത് നടക്കരുത് എന്ന് കരുതി സമുദായത്തിൻ്റെ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് TC ഉസ്താദ് ഈ മുഷാവറക്കെതിരെ സ്റ്റേ വാങ്ങുന്നത്. അങ്ങനെ നാളെ മുഷാവറ നടക്കുകയാണെങ്കിൽ ഇന്ന് തലേ ദിവസം രാത്രി സ്റ്റേ ചെയ്യപ്പെട്ടു. അൽഹംദുലില്ലാ, കേരളത്തിലെ വമ്പൻ ശക്തികൾ ആവിഷ്കരിച്ചിരുന്ന വലിയ ഒരു കരുനീക്കം പൊളിഞ്ഞ് പാപ്പറാകുന്ന രംഗാണ് അഹ്ലുസുന്നത്തിന്റെ പ്രവർത്തകർ കാണുന്നത്. ആ മുഷാവറ നടന്നില്ല.